ഗണേഷ് കുമാറിന്റെ ഭാര്യ നൽകിയ പരാതി മുഖ്യമന്ത്രി വായിച്ചതിന് ശേഷം ആ പരാതിക്ക് എന്ത് സംഭവിച്ചുവെന്ന് അദ്ദേഹം വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. നമസ്കാരം. തിന്നുന്ന വായ കൊണ്ട് ആർക്കും എന്തും പറയാം. പറഞ്ഞതിനു മീതെ ഉരുള ഉരുട്ടി വിഴുങ്ങിക്കഴിയുമ്പോൾ പറഞ്ഞതങ്ങ് മറക്കും. അക്കാര്യത്തിൽ പിണറായി വിജയനോളം ഓർമ്മയ്ക്ക് തട്ടുകേട് സംഭവിച്ച ഒരു ഭരണാധികാരി വേറെ ഉണ്ടായിട്ടില്ല. പിണറായിക്ക് ആവശ്യം വരുമ്പോഴൊക്കെ ധർമ്മത്തിൻ്റെ പശുവിന് 4 കാലും ഒരു വാലുമാണ്, അല്ലാത്തപ്പോഴൊക്കെ 3 കാലും മുറിവാലുമാണ്. ഉമ്മൻചാണ്ടി, നിങ്ങൾ അരിയാഹാരമല്ലേ കഴിക്കുന്നത്? ഉപ്പ് കൂട്ടി അല്ലേ നുണയുന്നത്? ഉളുപ്പുണ്ടോ? ഇങ്ങനെ ഉകാരത്തിൽ ചില്ലറയല്ല ഉമ്മൻചാണ്ടിയെ ഊക്കിയത് ഈ പിണറായി വിജയൻ. യാമിനി തങ്കച്ചിയുടെ പരാതി കയ്യിൽ കിട്ടിയിട്ട് എന്ത് ചെയ്തു മുഖ്യമന്ത്രി എന്നായിരുന്നു അന്നത്തെ പിണറായിയുടെ ചോദ്യം. അതും കുടുംബ പ്രശ്നമായിരുന്നല്ലോ, അതിൽ മറ്റാർക്കും ഇടപെടാൻ അവകാശമില്ലല്ലോ. എന്നിട്ടും നെറികെട്ട മന്ത്രിയെ അന്ന് ഉമ്മൻചാണ്ടി രാജിവെപ്പിച്ചു. ഗണേശൻ സ്വന്തം മന്ത്രിസഭയിലായതോടെ തല്ലിയാലും വ്യഭിചരിച്ചാലും ഗണേശന് ഫുൾ പ്രൊട്ടക്ഷനാണ്. ഭർത്താവിൻ്റെ കുൽസിതം നാട്ടുകാരോടും ചാനലുകാരോടും വിളിച്ചു പറഞ്ഞ ഭാര്യ പിറ്റേന്ന് കാലുമാറി. എന്താണ് അതിന് പിന്നിലെ അത്ഭുതമെന്ന് ചിന്തിച്ചവരോട് ഒറ്റ വാക്കിലായിരുന്നു ഉത്തരം: എൻ്റെ ഭർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നു. 5000 കാമുകിമാരിൽ നിന്നും പഴയ കുറേ എണ്ണത്തിനെ ഒഴിവാക്കാമെന്ന് വാക്ക് തന്നു. ഭാര്യയ്ക്ക് സന്തോഷമായി. അവരിനിയും അടയും ചക്കരയും പോലെ വീണ്ടും ജീവിക്കും. അങ്ങനെ തന്നെ വേണം. ഒരു കുടുംബവും നമ്മൾ കാരണം പിരിഞ്ഞു പോകരുത്. പക്ഷേ എത്ര കാലം? അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയും വരെയെങ്കിലും. നമ്മൾ കരുതി ഈ ബിന്ദു മേനോൻ സർവം സഹയായ ഭാര്യയായതുകൊണ്ട് വിടനായ ഭർത്താവിൻ്റെ ചേറ്റത്തരം സഹിച്ചു എന്നായിരുന്നു. പക്ഷേ അതല്ല കാര്യം. ഒരു ബിസിനസ് ആകുമ്പോൾ ലാഭം വേണം. സമ്പന്നരുടെ ദാമ്പത്യവും ഒരു ബിസിനസ്സാണ്. അതെ, അതുതന്നെയാണ് അവരും ചിന്തിച്ചത്. ഗണേശൻ്റെ പത്നി എന്ന നിലയിൽ ഭാര്യയ്ക്ക് സർക്കാരിൽ നിന്നും വഴിവിട്ട സഹായം ലഭിച്ചിരുന്നു. മിൽമ ഉൽപ്പന്നങ്ങളുടെ വിദേശ വ്യാപാര കരാർ ഗണേശൻ്റെ ഭാര്യ ബിന്ദു മേനോനാണ്. വിജ്ഞാപനമോ താൽപ്പര്യപത്രമോ അടക്കമുള്ള മത്സരങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. മന്ത്രിയുടെ വീട്ടിലേക്ക് വഴിവിട്ട സഹായം തേടിച്ചെന്നു. ബിന്ദു മേനോൻ CEO ആയ മിഡ് നൈറ്റ് സൺ ഗ്ലോബൽ എന്ന ഒരു കമ്പനിയുണ്ട്. കേരഫെഡിൻ്റെ വെളിച്ചെണ്ണ ദുബായിലും മിൽമയുടെ ഉൽപ്പന്നങ്ങൾ ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലും വിൽക്കുന്നതാണ് അവരുടെ പരിപാടി. മറ്റാരും കേരഫെഡുമായി ഇത്തരത്തിൽ ഒരു കരാർ ഉണ്ടാക്കിയിട്ടില്ല. ക്രമവിരുദ്ധമായിട്ടാണ് ബിന്ദു മേനോൻ കരാർ ഉണ്ടാക്കിയത്. ഗണേശൻ്റെ കുടപ്പനക്കുന്നിലെ വീടിൻ്റെ വിലാസത്തിലാണ് കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മാസം കുറഞ്ഞത് 20 ലക്ഷം രൂപയുടെ നെയ്യും 5 ലക്ഷം രൂപയുടെ പാലുൽപ്പന്നങ്ങളും കമ്പനി കയറ്റി അയക്കുന്നു. 2024 നവംബർ മുതലാണ് കരാർ. 15% അധിക കമ്മീഷനും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മനസ്സിലായില്ലേ കാര്യങ്ങളുടെ കിടപ്പുവശം? ഭർത്താവിനെ മന്ത്രിപ്പണിക്കും മറ്റേ പണിക്കും വിട്ട് വീട്ടിലെ അടുക്കളയിൽ തേഞ്ഞു തീരുന്ന ഒരു പാവം ഭാര്യ എന്നാണല്ലോ നമ്മൾ കരുതിയത്. പരാതിയുമായി മുന്നോട്ട് പോയാൽ കയറ്റുമതി നിലയ്ക്കുമെന്ന ഭാര്യയ്ക്കറിയാം. അതിനുള്ള പണിയൊക്കെ ഗണേശനും അറിയാം. പക്ഷേ കൺമുമ്പിൽ ഒരു കുൽസിതം കണ്ടപ്പോൾ ഏതു ഭാര്യയും ചെയ്യുന്നത് പോലെ വൈകാരികമായി അലറി ആളെ കൂട്ടി. പിങ്കിനെ വിളിച്ചു, വീണ തായ്ക്കണ്ടിയെ വിളിച്ചു, ചാനലുകാരെ വിളിച്ച് കരഞ്ഞു പറഞ്ഞു. ഭർത്താവ് ഒന്ന് വിളിച്ച് ക്ഷമ ചോദിച്ചിരുന്നെങ്കിൽ വിശാല മനസ്കയായി ഞാൻ ക്ഷമിച്ചേനേമെന്ന് പറഞ്ഞു. അത് കേൾക്കാത്ത താമസം കാര്യം കാണാൻ ഏത് കാലിലും വീണ് മാപ്പിരക്കുന്ന ഭർത്താവ് ഭാര്യയെ വിളിച്ചു. അതോടെ അവർ തമ്മിലുള്ള വിഷയങ്ങളെല്ലാം ഗർവാസി സാശാൻ പറഞ്ഞ പോലെ കോംപ്ലിമെൻ്റായി. ഇനി എല്ലാവരും പിരിഞ്ഞു പോയിക്കൊള്ളാനാണ് ബിന്ദുവിൻ്റെ കൽപ്പന. ഞാൻ ഇവനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു, സ്നേഹിച്ച് ഞാൻ കൊല്ലും. മന്ത്രി ബിന്ദു ചോദിച്ചതുപോലെ ഭർത്താവ് എടുത്തിട്ട് തൊഴിക്കുമ്പോൾ വീണ തായ്ക്കണ്ടിയാണോ വിളിക്കേണ്ടത്? കരിമണൽ കർത്താവ് മാസപ്പടി കൊടുക്കും പോലെ ബിന്ദു മേനോനും വല്ലതും കൊടുക്കുന്നുണ്ടാകുമോ? ഈ ഡീല് വീണ മുഖേനയാകുമോ ബിന്ദു സ്വന്തമാക്കിയത്? സോഫ്റ്റ്വെയർ വല്ലതും സപ്ലൈ ചെയ്യുന്നുണ്ടോ വീണ തായ്ക്കണ്ടി? ഭർത്താവിൻ്റെ വ്യഭിചാരം കയ്യോടെ പൊക്കിയിട്ടും ഭാര്യ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്: ഞാൻ ആ സ്ത്രീയെ ഒന്നും ചെയ്തില്ല, ഭർത്താവിനെയും ഞാൻ ഉപദ്രവിച്ചില്ല, ഞാൻ എല്ലാം പകർത്തുകയായിരുന്നു ഫോണിൽ. നാളെ കാലത്ത് നമുക്ക് തെളിവാണ് വേണ്ടത്. എങ്ങാനും അടുത്ത സർക്കാർ വരുമ്പോൾ UDFിലേക്ക് ഗണേശൻ ചാടിയെന്നിരിക്കട്ടെ, ഈ ചിത്രം CPMകാരങ്ങ് പോക്കും. എന്നിട്ടൊരു പ്രയോഗമുണ്ട്. ഗണേശൻ്റെ ആദ്യ ഭാര്യ ഉമ്മൻചാണ്ടിക്ക് കൊടുത്ത പരാതി എന്തു ചെയ്തു എന്നാണല്ലോ പിണറായി വിജയൻ ചോദിച്ചത്. രണ്ടാം ഭാര്യ വീണമോൾക്ക് നൽകിയ പരാതിയിൽ എന്ത് നടപടി ഉണ്ടായി മുഖ്യമന്ത്രി? ഞാൻ 5000 പേരെ പ്രണയിക്കും, കള്ളു കുടിക്കും, അതൊക്കെ എൻ്റെ കാര്യം. ഞാൻ ഇത്തവണ കൂടുതൽ ഭൂരിപക്ഷം നേടും, എൻ്റെ സഹോദരിമാർ എനിക്ക് വാരിക്കോരി തരും. ഇങ്ങനെ ജനാധിപത്യത്തെയും മനുഷ്യരെയും അപമാനിക്കൊരുത്തനാണ് മന്ത്രിയെന്ന് ആലോചിക്കണം.
സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ഒരുത്തൻ ചോദിക്കുകയാണ് എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടുന്നത് എന്തിനാണെന്ന്. പേഴ്സണൽ കാര്യങ്ങൾ കീഴൂട്ടയോ കുടപ്പനക്കുന്നിലെയോ വീട്ടിൽ ആരും അറിയാതെ ചെയ്തു കൊള്ളുക. പക്ഷേ മന്ത്രിയായ ഭർത്താവ് തൻ്റെ കൺമുമ്പിൽ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞ് ഭാര്യ ഇറങ്ങി ഓടുമ്പോഴും ഭർത്താവിൻ്റെ സ്റ്റാഫ് തന്നെ ഉപദ്രവിച്ചു എന്ന് പരാതി പറയുമ്പോഴും എനിക്ക് വട്ടാണെന്ന് പറഞ്ഞു എന്നൊക്കെ ആരോപിക്കുമ്പോഴും അവർ നാട്ടുകാരെ വിളിച്ചറിയിക്കുമ്പോഴും അതിൽ നിയമവും ധാർമ്മികതയും ഒക്കെ ജനം ചർച്ച ചെയ്യും. ഭാര്യ എന്നോട് ക്ഷമിച്ചതുപോലെ ഭാര്യയോട് ഞാനും ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ പ്രശ്നം തീരേണ്ടതാണ്. പക്ഷേ ഒന്നാം ഭാര്യയുടെ കാലത്തെ പ്രതിപക്ഷം അത്തരത്തിലുള്ള സമാധാനപ്രിയർ ആയിരുന്നില്ല. പിണറായി മൂക്ക് വിറപ്പിച്ചപ്പോൾ ഉമ്മൻചാണ്ടി ഭയന്നു. ലോകം മുഴുവൻ വിറച്ചാലും പിണറായി കുലുങ്ങില്ല. ഇനി എന്തെങ്കിലും പ്രണയസല്ലാപം ഭർത്താവ് നടത്തുന്നത് കണ്ടാൽ കുറച്ചേറെ മിൽമ ഉൽപ്പന്നങ്ങൾ വാങ്ങി കയറ്റി അങ്ങ് അയക്കണം. കമ്പനിയുടെ ലാഭം കൂട്ടാൻ മത്സരിക്കണം. അങ്ങനെ ഒരു ഭർത്താവ് ഉള്ളതുകൊണ്ട് മാത്രമാണ് തനിക്ക് വഴിവിട്ട കരാറ് കിട്ടിയതെന്ന് ബിന്ദു ഒരു നിമിഷം ഓർക്കണമായിരുന്നു. ഒന്നാം ഭാര്യയ്ക്ക് കയറ്റുമതിയില്ലായിരുന്നു. അവർ മക്കളെ ഓർത്ത് മാത്രം ഈ വിഷയാസക്തനൊപ്പം ജീവിച്ചു പോന്നു. കാണരുതാത്തത് കണ്ടപ്പോൾ സലാം പറഞ്ഞു പോയി. ഇത്തവണ ഭർത്താവിനെ വൻ ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കാൻ ഭാര്യയും പത്തനാപുരത്ത് പ്രചരണത്തിനിറങ്ങണം. തുറന്ന ജീപ്പിൽ കയറി ടാറ്റ കൊടുക്കണം. ചാനലുകാർക്ക് മുമ്പിൽ അഭിനയിച്ച് തകർക്കണം. അടുത്ത സർക്കാർ വന്നിട്ട് വേണം കൂടുതൽ കയറ്റുമതി സ്വന്തമാക്കാൻ. നയമെത്രയാണ് അഭിനയം എത്രയാണ് ഈ ദാമ്പത്യത്തിൽ എന്ന് നമ്പ്യാർ പാടിയത് വെറുതെയല്ല. പ്രണയമില്ലാത്ത സകല പൊട്ടന്മാരും ഇതൊക്കെ കണ്ട് അന്താളിച്ചു നിൽക്കുകയാണ്.